ഇവിടെ നോക്കുക, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻസ് ആണ് പഠിക്കുന്നത്. അപ്പം മറ്റന്നാൾ എക്സാമാണ്. പ്രാക്ടിക്കലായിട്ടുള്ള വീഡിയോസ് ഒന്നും യൂട്യൂബിൽ കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പല ട്രേഡുകളിലും ചിലപ്പോൾ ഒരു ആ ഒരു ട്രേഡിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രാക്ടിക്കൽ വീഡിയോസ് ഉണ്ടാകണമെന്നുള്ള. അപ്പോൾ ഇത് കോമൺ ആയിട്ട് എല്ലാ ട്രേഡുകാർക്ക് കൂടിയാണ് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുവന്ന് വിശ്വസിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പ്രത്യേക വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. സോ അത് നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇനി ഇവിടെ ഇത് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് ഇതേ ട്രേഡ് തന്നെയാണ്. ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു ട്രേഡാണ്. അപ്പോൾ ആദ്യത്തെ പേജുകളിൽ ഇതിൻ്റെ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ 80-81 പേജുകളൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ടോപ്പിക്കുള്ളത്. സോ ഇവിടെ നമ്മളൊരു വർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇതിൻ്റെ കാര്യങ്ങൾ, ഇതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ തന്നെ ഉണ്ട്. അതെങ്ങനെയാണ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ളതായിരിക്കും ചോദ്യങ്ങൾ വരിക. പക്ഷേ അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് ഒരു 192 പേജസ് ഉണ്ട്. 192 പേജസും അപ്പോൾ പഠിക്കണമോ എന്നുള്ളതായിരിക്കാം അടുത്തൊരു കൺഫ്യൂഷനായിട്ട് വരുന്നുണ്ടാവുക. സോ യഥാർത്ഥത്തിൽ നമുക്ക് 192 പേജിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അത് നിങ്ങളെ ഇൻസ്ട്രക്ടറോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 ക്വസ്റ്റ്യൻസ് എങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറഞ്ഞു തരേണ്ടതാണ്. പലരും അങ്ങനെയൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നും അറിയുന്നു. സോ നിങ്ങളെന്തായാലും എന്ത് ചെയ്യുക, ഇതൊന്ന് കുറച്ചൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ഏകദേശം മൊത്തത്തിലുള്ള ഒരു ഐഡിയ കിട്ടും. പിന്നെ നിങ്ങൾക്ക് അറിയുമല്ലോ നിങ്ങളുടെ ഐറ്റികളിൽ ചെയ്യിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വർക്കുകൾ ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിനകത്ത് നിന്ന് പരിധി എടുത്തു കഴിഞ്ഞാൽ അത്ര പ്രയാസമില്ലാതെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇതിനകത്ത് ഓൾറെഡി A to Z കാര്യങ്ങൾ ഓരോ പേജസിലും പറയുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ വരുന്നുണ്ടാവുള്ളൂ. പക്ഷേ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന, അതായത് ഇപ്പോൾ എനിക്ക് ഇതിനകത്ത് നിന്ന് എന്ത് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വരുമെന്ന് പറഞ്ഞു തരാൻ പറ്റില്ല. ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നതിലുള്ള ആ ഇൻസ്ട്രക്ടറിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റേണ്ടതാണ്. അതായത് നിങ്ങളുടെ ക്ലാസ്സാണ്, ഹെൽപ്പ് ചെയ്യാൻ പറ്റേണ്ടതാണ്. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ലാസ്റ്റ് ഒരു വഴിയാണ് ഞാൻ പറയുന്നത്. അതായത് ഈ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിനകത്ത് നിന്ന് ഫസ്റ്റ് കുറച്ച് പേജസ് നോക്കുന്ന സമയത്ത്, ഫസ്റ്റ് പേജസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എടുക്കുന്ന സമയത്ത് മൊഡ്യൂൾ 1 to മൊഡ്യൂൾ 16 വരെയുള്ളതിൻ്റെ കൃത്യമായിട്ട് എന്തൊക്കെ ടോപ്പിക്സ് ആണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഈ ടോപ്പിക്കുകളിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളിലേക്കൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധ കൊണ്ടുപോവുക. അതെങ്ങനെയാണ് ചെയ്ത് നോക്കുന്നതെന്ന്, അല്ലെങ്കിൽ അതിൻ്റെ മിക്കുള്ളതും എന്തായിരിക്കും, നമുക്ക് എഴുതാനൊരു ഐഡിയ വേണമെന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും എഴുതാൻ, അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഐഡിയ വേണമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, പ്രൊസീജിയറൊക്കെ എഴുതാൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതാം. മലയാളത്തിൽ എഴുതുന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതാം. ഇപ്പം ഹിന്ദിക്കാരാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ എഴുതാൻ പറ്റും. തമിഴിലാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലോ തമിഴിലോ അവർക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അതിൽ പ്രശ്നമില്ല, നിങ്ങളുടെ ലോക്കൽ ലാംഗ്വേജിൽ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ എഴുതുന്നതിൽ പ്രശ്നമില്ല. പിന്നെ വർക്ക് ചെയ്ത് നോക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് തന്നെയായിരിക്കും നിങ്ങളിപ്പോൾ പ്രാക്ടിക്കലി ചെയ്ത് IT-യിൽ ചെയ്തിട്ടുണ്ടാവുക. സോ നിങ്ങളുടെ ലോഗ് ബുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ആ ലോഗ് ബുക്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയതൊക്കെ ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയിട്ട് എക്സാംസിന് പോവുക കേട്ടോ. അത് ഇപ്പോൾ നമുക്ക് എന്തായാലും ഈ ലാസ്റ്റ് നിമിഷം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള ട്രേഡുകളുടേതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്ട്രക്ടർമാർ സാധാരണ രീതിയിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഫോക്കസ് ചെയ്യുക. പറഞ്ഞു തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെയുള്ള വഴികൾ സ്വീകരിക്കുക. ഓക്കെ, താങ്ക് യു.